എറണാകുളം പറവൂരിൽ പലിശക്കാരുടെ ഭീഷണിയിൽ വീട്ടമ്മ പുഴയിൽ ചാടി ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതികളായ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ പ്രദീപ് കുമാറും ഭാര്യ ബിന്ദുവും ഒളിവിൽ. കസ്റ്റഡിയിലെടുത്ത പ്രദീപ് കുമാറിന്റെ മകളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അതേസമയം അറസ്റ്റ് ചോദ്യം ചെയ്ത് മകളുടെ അഭിഭാഷക ഹൈക്കോടതിയെ സമീപിക്കും. റാഫി കരീമാണ് ചേരുന്നത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. റാഫി, ഈ മകളെ കസ്റ്റഡിയിലെടുക്കാനുള്ള ഒരു കാരണം എന്താണ്? അഭിഭാഷക ഇപ്പോൾ പറയുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് ഉന്നയിക്കുന്നത്? മകളെ കസ്റ്റഡിയിലെടുക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഈ മകളും ഈ സ്ത്രീയും തമ്മിൽ സാമ്പത്തിക ഇടപാടുകളുണ്ടോ എന്നുള്ളൊരു സംശയമാണ്. കാരണം ഈ സ്ത്രീയുടെ ആത്മഹത്യാക്കുറിപ്പിൽ മകളുടെ പേരുമുണ്ട് എന്നുള്ളതാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അത് തന്നെയാണ് ഈ മകളെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്നലെ രാത്രി 9 മണിയോടുകൂടിയാണ് പോലീസ് ഈ മകളെ കസ്റ്റഡിയിലെടുക്കുന്നത്. നാടകീയ രംഗങ്ങൾക്ക് ശേഷമാണ് ഈ കസ്റ്റഡിയിലെടുത്ത് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. എറണാകുളം കല്ലൂരിലെ ഈ മകളുടെ ഭർത്താവിൻ്റെ ഓഫീസിൽ നിന്നായിരുന്നു അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. അതിൻ്റെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഇന്നലെ ഉണ്ടായത്, ഈ മകളെ അറസ്റ്റ് ചെയ്യാൻ ആദ്യം എത്തിയത് മഫ്തിയിലെത്തിയ ഒരു പോലീസ് സംഘമായിരുന്നു. അതേസമയം ഇവരുടെ കയ്യിൽ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള രേഖകൾ ഉണ്ടായിരുന്നില്ല. ഒപ്പം തന്നെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയും ഉണ്ടായിരുന്നില്ല. തുടർന്ന് ഈ മകളുടെ അഭിഭാഷക പോലീസിനെ തടയുകയും പിന്നീട് പോലീസ് ഇവരെ ഒരു മുറിയിൽ പൂട്ടിയിട്ട ശേഷം 3 മണിക്കൂറോളം അവിടെ തന്നെ തുടരുകയുമായിരുന്നു. തുടർന്ന് പറവൂരിൽ നിന്ന് മജിസ്ട്രേറ്റിൻ്റെ അടുത്തുനിന്നുള്ള രേഖകളുമായി പറവൂരിൽ നിന്നുള്ള പോലീസ് സംഘം എത്തിയാണ് അറസ്റ്റ് ചെയ്തത്. ഇന്നലെ രാത്രി തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണമെന്നുള്ള ആവശ്യമായിരുന്നു അഭിഭാഷക ഉന്നയിച്ചത്. എന്നാൽ ഇത് പോലീസ് അംഗീകരിച്ചില്ല. ഇന്നലെ രാത്രിയിൽ പോലീസ് സ്റ്റേഷനിലേക്കാണ് ഈ മകളെ മാറ്റിയത്. ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മകളെ കസ്റ്റഡിയിൽ വേണമെന്നൊരു ആവശ്യമാണ് പോലീസ് പ്രധാനമായി ഉന്നയിക്കുന്നത്. മകളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അതേസമയം ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികളാക്കപ്പെട്ട മുൻ പോലീസ് ഉദ്യോഗസ്ഥരും അദ്ദേഹത്തിൻ്റെ ഭാര്യ ബിന്ദുവും ഇവർ 2 പേരും ഒളിവിലാണ് ഇപ്പോഴും. ഇവരെ കണ്ടെത്താൻ പോലീസിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഈ മകളെ പിടികൂടുന്നതിലൂടെ ഇവരെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയും പോലീസിനുണ്ട്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് കൂടുതൽ നടപടികളിലേക്ക് പോലീസ് കടക്കും. മുനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഓക്കെ, പ്രതികളായ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥരും അദ്ദേഹത്തിന്റെ ഭാര്യയും ഒളിവിലാണ്. ആത്മഹത്യാ പ്രേരണ കുറ്റം അവർക്കെതിരെ എടുത്തിട്ടുണ്ട്. ഈ പറയുന്ന രീതിയിൽ പല കാര്യങ്ങൾ അന്വേഷിക്കേണ്ട കാര്യത്തിൽ 10 ലക്ഷം രൂപ കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ 10 ലക്ഷം എങ്ങനെ കൊടുത്തു, എങ്ങനെ കൈമാറി, 2 ലക്ഷത്തിൽ കൂടുതൽ കൈവായ്പ കൊടുക്കാൻ പറ്റില്ല, അങ്ങനെ കുറേയധികം നിയമപരമായും സാങ്കേതികവും പിന്നെ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യം. ഒരു സത്യമുണ്ടോ, അതിനൊരു തെളിവുകളും ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണ്? ഈ കാര്യങ്ങൾക്കൊക്കെ മറുപടി കിട്ടേണ്ടിയിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ അച്ഛനും അമ്മയും ഒളിവിൽ പോയി എന്ന് പറയുന്നു. ഇവർ 2 പേരും ഒളിവിൽ പോയി എന്ന് പറയുന്നു. മകളെ കസ്റ്റഡിയിലെടുക്കുന്നു. അപ്പോൾ അത് അതിൻ്റെതായിട്ടുള്ള ഒരു രീതിയാണോ? മകൾക്ക് ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള ആത്മഹത്യാക്കുറിപ്പിൽ മകളുടെ പേരുണ്ടെന്നാണല്ലോ റാഫി പറയുന്നത്. അല്ലാതെ അച്ഛനും അമ്മയും കാണുന്നില്ലെങ്കിൽ മകളെ കസ്റ്റഡിയിലെടുക്കുക എന്ന് പറയുന്നത് ശരിയായ രീതിയല്ല. ഇവരെ കണ്ടുപിടിക്കാൻ എന്താണ് ഇത്ര പ്രയാസം എന്നുള്ളൊരു ചോദ്യവും ഉയരുന്നുണ്ട്. ഇന്നലെയാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. ഉടനെയാണ് അവർ ഒളിവിൽ പോയിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഇന്ന് അവരെ കണ്ടെത്താൻ കഴിയും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.